ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണ്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ മഹാത്മാക്കളിൽ വെച്ച് മഹാത്മാവായ ഒരു വ്യക്തിയാണ് ആര്? ഗാന്ധിജി. ഗാന്ധിജി കേട്ടോ, മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? മഹാത്മാഗാന്ധി ജനിച്ച വർഷം എന്നാണ് 1769 ഒക്ടോബർ 2. ഗാന്ധിജി വാസ് ബോൺ ഓൺ 1869 ഒക്ടോബർ 2. 1769 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജി എവിടെ ജനിച്ചു? ഗാന്ധിജി വാസ് ബോൺ അറ്റ് പോർബന്ദർ. പോർബന്ദർ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആര് ജനിച്ചത്? ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാടകം ഏതായിരുന്നു? വിച്ച് ഡ്രാമ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജി? രാജാ ഹരിശ്ചന്ദ്രയായിരുന്നു ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാടകം. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മതഗ്രന്ഥം ഏതായിരുന്നു? ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മതഗ്രന്ഥം ഏതായിരുന്നു? ഭഗവത്ഗീതയായിരുന്നു. വിച്ച് റിലീജിയസ് ടെക്സ്റ്റ് മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജി എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഭഗവത്ഗീത വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ് മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മതഗ്രന്ഥം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഭഗവത്ഗീതയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധിജി 2 പത്രങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, ഹരിജൻ. യങ് ഇന്ത്യയും ഹരിജനും ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങളാണ്. ഗാന്ധിജി സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പേഴ്സ് യങ് ഇന്ത്യ ആസ് വെൽ ആസ് ഹരിജൻ. യങ് ഇന്ത്യ എന്നും ഹരിജൻ എന്നും പേരുള്ള 2 പത്രങ്ങൾ ആരംഭിച്ചു? ഗാന്ധിജി ആരംഭിക്കുകയുണ്ടായി. അതുപോലെ ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ വാസ് ദ പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചു. ആൻസർ വിൻസ്റ്റൺ ചർച്ചിൽ കോൾഡ് ഗാന്ധിജി യെസ് ഹാൽഫ് നേക്കഡ് ഫക്കീർ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ കോൾഡ് ഗാന്ധിജി ആസ് മഹാത്മാ. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് കോൾഡ് ഗാന്ധിജി ആസ് ഫാദർ ഓഫ് നേഷൻ. ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. സരോജിനി നായിഡു കോൾഡ് ഗാന്ധിജി ആസ് മിക്കി മൗസ്. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് ആര് വിളിക്കുകയുണ്ടായി? സരോജിനി നായിഡു വിളിക്കുകയുണ്ടായി. അതുപോലെ വൈക്കം സത്യാഗ്രഹം നടത്തുവാൻ ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? ആൻസർ നമ്മൾ പലരും തെറ്റിച്ചെഴുതും. കേളപ്പണ്ണക്കൽ ആൻസർ ജലത്താണ്, തെറ്റാണ്. വൈക്കം സത്യാഗ്രഹം നടത്തുവാൻ ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജി തൻ്റെ വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യക്തി ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആരായിരുന്നു? ബാരിസ്റ്റർ ജി പി പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ളയാണ് കേട്ടോ. ബാരിസ്റ്റർ ജി പി പിള്ള was the only Malayali who mentioned the autobiography of ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആരായിരുന്നു? ബാരിസ്റ്റർ ജി പി പിള്ളയായിരുന്നു.
അതുപോലെ ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. 5 തവണ. അതൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ മറ്റു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിലെത്തിയ വർഷം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? 1937 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിലെത്തിയത്. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജി ലാസ്റ്റ് വിസിറ്റഡ് കേരള ഓൺ 1937 റിലേറ്റഡ് ടു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. അതായത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിലെത്തിയത്. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന സ്ഥലം എവിടെയാണ്? ബീഹാറിലാണ്. ഗാന്ധിജി's first സത്യാഗ്രഹ ഓഫ് ഇന്ത്യ. ആൻസർ ചമ്പാരൻ സത്യാഗ്രഹ 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹത്തിൻ്റെയും അഹമ്മദാബാദ് സത്യാഗ്രഹത്തിൻ്റെയും നേതാവ് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഈ സത്യാഗ്രഹങ്ങളൊക്കെ വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദ് സത്യാഗ്രഹത്തിൻ്റെയും ഖേദ സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഗാന്ധിജി വാസ് ദ ലീഡർ ഓഫ് ഖേദ സത്യാഗ്രഹ ആൻഡ് അഹമ്മദാബാദ് സത്യാഗ്രഹ. ഗാന്ധിജി ആയിരുന്നു ഖേദ സത്യാഗ്രഹത്തിൻ്റെയും അഹമ്മദാബാദ് സത്യാഗ്രഹത്തിൻ്റെയും നേതാവ്. പ്രത്യേകം ഓർത്ത് വെക്കുക. അതുപോലെ ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജിയാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചത്. സബർമതി ആശ്രമം സ്ഥാപിച്ചതാരാണ്? ഗാന്ധിജിയാണ്. 1915 ഗുജറാത്തിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ഫൗണ്ടഡ് സബർമതി ആശ്രമം ഓൺ 1915 അറ്റ് ഗുജറാത്ത്. ഗുജറാത്തിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ ഗാന്ധിജി എന്ത് ശ്രമിച്ചു? 1936 സേവാഗ്രാമാശ്രമം മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കുകയുണ്ടായി. ഗാന്ധിജി ഫൗണ്ടഡ് സേവാഗ്രാമാശ്രമം ഓൺ 1937 അറ്റ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ സേവാഗ്രാമാശ്രമം സ്ഥാപിച്ചതാരാണ്? ഗാന്ധിജിയാണ്. സേവാഗ്രാം എന്ന സ്ഥലം മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് സേവാഗ്രാം. ഇവിടെ ട്രെയിനിലൊക്കെ കേരള എക്സ്പ്രസ്സിലൊക്കെ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കോ മധ്യപ്രദേശിലേക്കൊക്കെ പോകുമ്പോൾ സേവാഗ്രാം എന്നൊരു സ്റ്റേഷനുണ്ട്. മഹാരാഷ്ട്ര സേവാഗ്രാം ഒരു സ്റ്റേഷനുണ്ട് കേട്ടോ. സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് മധ്യപ്രദേശിലേക്ക് കിടക്കുന്നത്. സേവാഗ്രാം കഴിഞ്ഞ് നാഗപ്പൂർ കേരള എക്സ്പ്രസ് ആണെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞാൽ നാഗപ്പൂർ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സേവാഗ്രാമം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. സേവാഗ്രാമ ആശ്രമം സ്ഥാപിച്ചതാരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? 1942 ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ലാസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി. ആൻസർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 ക്വിറ്റ് ഇന്ത്യ സത്യാഗ്രഹം. ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സ്ട്രൈക്ക് ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്നാണ്? ഗാന്ധിജി 1948 ജനുവരി 30 ഗാന്ധിജിയെ നാഥുറാം വിനായക ഗോഡ്സെ എന്ന മതഭ്രാന്തൻ വെടിവെച്ചു കൊന്നു. ഗാന്ധിജി ആ വെടിയേറ്റ് മരിക്കുകയാണ്. അദ്ദേഹത്തിന് നാഥുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി ഇഹലോകവാസം കഴിയുകയാണ്. അപ്പം വെടിയേറ്റ് വീണ ഗാന്ധിജിയെ എടുത്ത് കിടത്തിയത് എവിടെയാണ്? ബിർള ഹൗസ്. ബിർള ഹൗസ് എവിടെയാണ്? ന്യൂഡൽഹി. കേരള ഹൗസ് എവിടെയാണ്? കേരള ഹൗസ് ഇവിടെ തന്നെയാണ്, ന്യൂഡൽഹിയിൽ തന്നെയാണ്. കേരള ഹൗസ് ലൊക്കേറ്റഡ് ന്യൂഡൽഹി. ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഹാത്മാക്കളിൽ വെച്ച് മഹാത്മാവായിരുന്നു ആരും? ഗാന്ധിജിയെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളെയല്ല. കാരണം അത്ര ലോകം കണ്ട ഏറ്റവും വലിയ മഹാത്മാക്കളിൽ ഒരു മഹാത്മാവായിരുന്നു ആരും? ഗാന്ധിജി. കൂടുതലൊന്നും പറയുന്നില്ല. അതുപോലെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു കേട്ടോ. ഗാന്ധിജി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനാരായിരുന്നു? ഗാന്ധിജിയായിരുന്നു കേട്ടോ. അമേരിക്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരായിരുന്നു? ഗാന്ധിജിയായിരുന്നു കേട്ടോ. ഗാന്ധിജി
നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്, പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. സത്യത്തിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച മഹത് വ്യക്തിയായിരുന്നു ആര്? ഗാന്ധി. സത്യം, അഹിംസ. സത്യവും അഹിംസയും. അഹിംസ എന്നൊക്കെ പറയുന്നതിനേക്കാളും അപ്പുറമാണ് അഹിംസ എന്നൊക്കെ പറയുന്നത്. അഹിംസ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ജീവിയെയും ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത ഭാവമാണ് അഹിംസ. നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതുപോലെയുള്ള അഹിംസ, സത്യത്തിലും അഹിംസയിലും അണുവിട ചലിക്കട്ടോ, സത്യത്തിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച ഒരു മഹാത്മാവായിരുന്നു ആര്? ഗാന്ധി. ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. കൂടുതലൊന്നും പറയുന്നില്ല, തൽക്കാലം നിർത്തുവാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് തീർച്ചയായിട്ടുള്ള പെട്ടെന്ന് ദിവസം വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻസർ മല്ലികാർജുൻ ഖാർഗെ. കറണ്ട് അഫയേഴ്സായിട്ടൊക്കെ ചോദിച്ചേക്കാം. പറഞ്ഞു